നമസ്കാരം. എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തെ സംബന്ധിച്ച ഐതിഹ്യങ്ങളാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണ ഭാരതത്തിലെ പ്രാചീന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. കിള്ളിയാറിൻ്റെയും കരമനയാറിൻ്റെയും സംഗമസ്ഥാനത്തിന് വടക്കുമാറി വയലേലകളും തെങ്ങിൻ തോപ്പുകളും ഇടതെങ്ങിയ സുന്ദര ഭൂഭാഗത്താണ് ആറ്റുകാൽ. ഇവിടെയാണ് സ്ത്രീകളുടെ ശബരിമല എന്ന പ്രശസ്തമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ഭഗവതിയുടെ കാൽ പതിഞ്ഞ ആറൊഴുകുന്ന പ്രദേശത്തിൽ ഏറ്റവും താണ സ്ഥലം എന്ന അർത്ഥത്തിൽ ആറ്റുകാൽ എന്ന് പേരുണ്ടായി എന്ന് പറയപ്പെടുന്നു. ആറ്റുകാൽ പ്രദേശത്തെ പുരാതന നായർ തറവാടായ മുല്ലൂവീട് അവിടുത്തെ പരമഭക്തനായ കാരണവർ ഒരു ദിവസം സന്ധ്യയ്ക്ക് കിള്ളിയാറിൽ കുളിക്കവേ അക്കരെ കടത്താൻ ഒരു ബാലിക ആവശ്യപ്പെട്ടു. കാരണവർ ബാലികയെ പുഴ കടത്തുകയും തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. സൽക്കരിക്കാൻ ഒരുങ്ങുന്നതിനിടയിൽ ബാലിക അപ്രത്യക്ഷയായി. രാത്രി കാരണവരുടെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെടുകയും അടുത്തുള്ള കാവിൽ 3 വരകൾ കാണുന്നിടത്ത് തന്നെ കുടിയിരുത്തണമെന്നും ആവശ്യപ്പെട്ടു. നേരം പുലർന്നപ്പോൾ കാരണവർ കാവിലെത്തുകയും വരകൾ കണ്ടെടുത്ത് ഓല കൊണ്ട് ഒരു തെക്കേത് ഉണ്ടാക്കി ദേവിയെ കുടിയിരുത്തി ആരാധിച്ചു പോരുകയും ചെയ്തു. പിന്നീട് നാട്ടുകാരുടെ ശ്രമഫലമായി ക്ഷേത്രം പണിയുകയും ചതുർബാഹുവായ വിഗ്രഹം പണിത് ബദ്രീനാഥിലെ മുഖ്യ പുരോഹിതനെ വിളിച്ചു വരുത്തി പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്തു. പാർവതീദേവിയുടെ അവതാരമായ കണ്ണകി മധുരാനഗരത്തിൻ്റെ ദഹനത്തിനു ശേഷം കൊടുങ്ങല്ലൂരിലേക്ക് പുറപ്പെട്ട് കണ്ണകി കന്യാകുമാരി വഴിയുള്ള യാത്രയിൽ ആറ്റുകാലിൽ തങ്ങിയെന്ന് മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. ഇനി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പൊങ്കാലയെ പറ്റിയാണ് പറയുന്നത്. കണ്ണകി മധുര ദഹിപ്പിച്ച ശേഷം ദേവിയായി മാറിയതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഭക്തർ പൊങ്കാല അർപ്പിക്കുന്നത്. കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടെ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രീതിയിൽ നൈവേദ്യം പാകം ചെയ്ത് സമർപ്പിക്കുന്നതാണ് പൊങ്കാലയുടെ പ്രധാന ചടങ്ങ്. മധുര നഗരത്തെ ദഹിപ്പിച്ച കണ്ണകിയുടെ ഉഗ്രരൂപത്തെ ശാന്തമാക്കാനാണ് ഭക്തർ പൊങ്കാല അർപ്പിക്കുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു. ലോക റെക്കോർഡ് ഒരേ സമയം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ ചടങ്ങുകളിലൊന്നാണ് ആറ്റുകാൽ പൊങ്കാല. ഇതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡും ലഭിച്ചിട്ടുണ്ട്. പൊങ്കാല ദിവസം തിരുവനന്തപുരത്തെ വീഥികൾ മുഴുവൻ ഭക്തരാൽ നിറയുന്നു. അനേകായിരം മൺപാത്രങ്ങളിൽ അരിയും ശർക്കരയും തേങ്ങയും ചേർത്ത് പായസം തയ്യാറാക്കി ദേവിക്ക് നൈവേദിക്കുന്നു. തന്ത്രിയിൽ നിന്ന് ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും പകരുന്ന തീ മുഖ്യ അടുപ്പിലേക്ക് കൊളുത്തുന്നതോടെയാണ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൊങ്കാല അടുപ്പുകൾ കത്തിത്തുടങ്ങുന്നത്. ഇതിനെ അടുപ്പ് വെട്ട് എന്നാണ് വിളിക്കുന്നത്. പ്രധാനമായും അരി, ശർക്കര, തേങ്ങ, നെയ്യ്, പഴം, ഏലക്ക എന്നിവ ഉപയോഗിച്ചാണ് പൊങ്കാല തയ്യാറാക്കുന്നത്. ഇത് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. ആറ്റുകാൽ പൊങ്കാല ഒരു ഒറ്റ ദിവസത്തെ ചടങ്ങല്ല, മറിച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷിക ഉത്സവത്തിൻ്റെ പ്രധാന ഭാഗമാണ്. ഇതിൽ കാപ്പുകെട്ട്, കുത്തിയോട്ടം, പുറത്തെഴുന്നള്ളത്ത് തുടങ്ങിയ വിവിധ ചടങ്ങുകൾ കൂടി ഉൾപ്പെടുന്നു. ഇനിയും ഇങ്ങനെയുള്ള അറിവുകൾ നേടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.